Welcome to classical mechanics class number CM53, two couple oscillators, and this is for MSc Physics. The paper is classical mechanics or classical physics. Class number 53, two couple oscillators. Two couple oscillators we have seen somewhere else. And here in detail we discuss the couple oscillations. The couple oscillation, the example is three springs and two mass system. 3 സ്പ്രിങ്ങും 2 മാസും ഉള്ള ഒരു സിസ്റ്റമാണ് ഞങ്ങൾ പറയുന്നത്. നമ്മൾ ആ മെട്രിക്സ് സൊല്യൂഷനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു റിപ്പീറ്റേഷനായിട്ട് വരും ഇത്. ഫിസിക്കൽ സെറ്റപ്പ് എന്താണ് ഈ കപ്പിൾഡ് സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ സെറ്റപ്പ്? അല്ലെങ്കിൽ ഇത് ടു ബോഡി ഹാർമോണിക് ഓസിലേറ്ററാണെന്ന് ഓർക്കുക. ഇത് ടു ഐഡൻറ്റിക്കൽ മാസസ് M1 and M2 രണ്ടും തുല്യമാകാം. എമ്മും ആകാം. M1 and M2 ഈച്ച് ഓഫ് മാസ് ചെയ്യാം. ഇപ്പോൾ 2 മാസം M1 M2 അത് M1 = M2 = M എന്ന് വിചാരിക്കണം. ടു ഐഡൻറ്റിക്കൽ മാസ് M1 and M2 ഈച്ച് ഓഫ് മാസ് M ആർ കണക്റ്റഡ് ഇൻ എ ലൈൻ വിത്ത് 3 സ്പ്രിങ്സ്. 3 സ്പ്രിങ് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ആ 3 സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് സെയിമാണ്. അവ ഭിത്തിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കപ്പിൾ സിസ്റ്റമാണ്. ടു ബോഡി ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ ആ പടത്തിൽ കാണുന്നത് നോക്കുക. പടം ഒന്നുകൂടി നോക്കുക. എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത് നോക്കുക. ഭിത്തിയിൽ നിന്ന് ഒന്നാമത്തേത് രണ്ടാമത്തെ മാസ് വീണ്ടും ഭിത്തിയിലേക്ക് 3 സ്പ്രിങ് ഉണ്ട്. ഓരോന്നിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെയിം സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ്. ഒന്നാമത്തെ മാസം രണ്ടാമത്തെ മാസം തുല്യമാണ്. M ആണ്. ദ ലെഫ്റ്റ് സ്പ്രിങ് ഓഫ് കോൺസ്റ്റൻറ്റ് K ഈസ് ഫിക്സഡ് ടു എ റിജിഡ് ബോൾ കണക്റ്റഡ് ടു മാസ് M1. The middle spring K connects M1 and M2, and the right spring connects M2 to this another fixed wall. ഇതാണ് അതിൻ്റെ ചിത്രത്തിൻ്റെ ഇൻഡിക്കേഷൻ. വാൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, വാൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, M1 സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, M2 സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, അഗൈൻ വാൾ. For simplicity we assume നമ്മൾ വിചാരിക്കുകയാണ് all springs have the same force constant K. നമ്മൾ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് K എല്ലാത്തിനും ഒന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ കുറച്ച് സിമ്പിളാകും. ബോത്ത് മാസ് ഈക്വൽ മാസ്, രണ്ടിനും ഒരേ മാസമായിട്ട് വിചാരിക്കും. രണ്ട് ബോഡിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് M1 and M2 ഫ്രം ഇക്വിലിബ്രിയം ആർ x1 and x2. ഇറ്റ് ഇസ് ടൈം ഫംഗ്ഷൻ x1 and x2, x1t and x2t. Now we write equations of motion. For mass M1, left spring force is equal to minus kx or kx1. Middle spring force, next we write, that is restoring force proportional to the relative displacement, that is x1 minus x2. So that force we write F is equal to minus k x1 minus x2. The second spring has a relative stretch. അതായത് ഈ അതിൻ്റെ x2 ആണെങ്കിൽ ആ x1 കുറയ്ക്കണം. അപ്പോൾ റിലേറ്റീവ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ മൈനസിന് ആദ്യം തന്നെ ഉണ്ട്. സോ നെറ്റ് ഫോഴ്സ് വി റൈറ്റ് ഇൻ ദിസ് മാനർ. നെറ്റ് ഫോഴ്സ് F is MA, ദാറ്റ് ഈസ് ഒന്നാമത്തതിൻ്റെ ഫോഴ്സ് നമ്മൾ പറയുകയാണ്. ഫോഴ്സ് ഓൺ M1 പറയുകയാണ്. M1 x1 ഡബിൾ ഡോട്ട് ഈസ് ആക്സിലറേഷൻ. MA is equal to minus kx1 മൈനസ് രണ്ടാമത്തത് കൂട്ടണം K into x1 minus x2. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് kx1 പ്ലസ് kx2 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എഴുതും മൈനസ് 2kx1 പ്ലസ് kx2. ഫോർ മാസ് M2 we can write a similar relation. Right spring force minus kx2, middle spring force minus kx2 minus x1. Net force is equal to mx double dot minus kx2 minus kx2 minus x1 is equal to kx1 minus 2kx2. So in both the cases we get similar equations. So we form a matrix equation. രണ്ടിനെയും കൂടി ഒരു മെട്രിക്സ് ഇക്വേഷൻ കൊടുക്കും. അപ്പോൾ ഒന്നാമത്തതിന് minus 2k ആണ്. പിന്നെ അപ്പോൾ x1ൻ്റെ കൂടെ 2 വരുന്നുണ്ട്, x2ൻ്റെ കൂടെ 1 വരുന്നുണ്ട്, 1k minus 2k. അപ്പോൾ മെട്രിക്സ് എഴുതുമ്പോൾ അവിടെ നമ്മൾ മൈനസിന് പുറത്തുണ്ടല്ലോ. ആ മൈനസ് പുറത്തെടുത്ത് 2
ടു മൈനസ് പുറത്തുണ്ട്. അപ്പോൾ 2 ആദ്യം എഴുതി, പിന്നെ ഈ KX2ൻ്റെ -1 വരണം, -1. അത് മനസ്സിലാവും നോക്കി. അല്ലെങ്കിൽ ഇവിടെ നോക്കുക, ഇതിൻ്റെ കൂടെ സെക്കൻഡ് നോക്കാം. സെക്കൻഡ് MX2 ഡബിൾ ഡോട്ട്, അതിന് KX1. അപ്പോൾ ആദ്യം 1 വരണം, പക്ഷേ മൈനസ് അതിന് പുറത്ത് കിടപ്പുണ്ട്, അതുകൊണ്ട് -1 ഇടണം. രണ്ടാമത്തെ -2 ആയതുകൊണ്ട് ഈ മൈനസ് പുറത്തുള്ളത് കൊണ്ട് 2 കൊടുത്താൽ മതി. അപ്പോൾ സെക്കൻഡ് മാസിന് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ -K -1 2 എന്ന് പറയും, മുകളിൽ 2 -1 എന്ന് പറയും. ഇതാണ് ഒരു മെട്രിക്സ്. ആ മെട്രിക്സ് എഴുതുന്നത് ആ രണ്ട് ഇക്വേഷൻ നോക്കിയാണ്. ഒന്നാമത്തെ ഇക്വേഷൻ നോക്കി ഫസ്റ്റ് റോ എഴുതും, രണ്ടാമത്തെ ഇക്വേഷൻ നോക്കി സെക്കൻഡ് റോ എഴുതും. എന്തുകൊണ്ടാണ് 2 -1 താഴെ -1 2 എന്ന് വന്നത് എന്ന് തിരിച്ചറിയണം. കാരണം ഒരു -K പുറത്ത് തിരിക്കുന്നത്, അപ്പോൾ നമുക്ക് ടേമിൻ്റെ ഓപ്പോസിറ്റ് സൈനിൽ വേണം അകത്ത് എഴുതാനായിട്ട്. ആൻഡ് the matrix equation we write as, or from this the x double dot, that is the matrix in the left, matrix in the left side we write as x double dot. M will be taken to the right side, -K by M, and the matrix representing in the coupled oscillation, that we write as A, where A stands for മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യണം. 2 -1 1 2 എന്ന് എഴുതിയിട്ട് ആ മെട്രിക്സിന് ബ്രാക്കറ്റ് ഇടണം കേട്ടോ. ബ്രാക്കറ്റാണ്, സ്ക്വയർ ബ്രാക്കറ്റ് ഇടേണ്ടത് താഴെ മുകളിൽ. അപ്പോൾ മെട്രിക്സ് A എന്നുള്ളത് A ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 -1 -1 2 എന്ന് കംപ്ലീറ്റ് എഴുതുക. ഇനി നോർമൽ മോഡ്സ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ നോർമൽ മോഡ്സ് ഏതൊക്കെയാണ്? സോൾവ് വിത്ത് ദി ഐഗൻ വാല്യൂ ഇക്വേഷൻ, ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ലാംഡ A - ലാംഡ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അത് നമുക്ക് ഐഗൻ വാല്യൂ കാണുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 - ലാംഡ -1 -2 - ലാംഡ ഈസ് ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്താൽ 2 - 1 സ്ക്വയർ -1, ദാറ്റ് ഈസ് 0. ദാറ്റ് 2 - ലാംഡ സ്ക്വയർ ഈസ് -1 when -1 is taken to RHS, that is 2 - ലാംഡ ഈസ് +or-1, that is ലാംഡ ഈസ് 1 or 3. എഴുതി നോക്കുക, ലാംഡ ഈസ് 1 or 3 എന്ന് കിട്ടും, 1 or 3. Hence angular frequencies we write in this manner: ω1 √K by M into 1. നമ്മൾ ഐഗൻ വാല്യൂസ് എഴുതുകയാണ്. ദാറ്റ് ഇസ് K by M. ω2 √K by M into 3. ദാറ്റ് ഇസ് 3K by M. Now we see what are the normal mode patterns. For λ1, eigenvector satisfies 2 - 1 into x1 - x2 0. That is x1 x2. Both masses oscillate in phase with the equal amplitude. അപ്പോൾ ഇവിടെ 2 - 1 into x1 - x2 0 എന്ന് കിട്ടും. നമ്മൾ ഐഗൻ വാല്യൂ ആ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ, ഈ മുകളിലത്തെ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ്. ഈ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ കിട്ടും ഒന്നാമത്തെ വാല്യൂ. അപ്പോൾ x1 is x2, അപ്പോൾ രണ്ട് വാല്യൂ പിന്നെ x1 is x2 തുല്യമായിട്ട് വരും. Both mass oscillate in phase with equal amplitude. For lambda is equal to 3, 2 - 3 x1 - x2 0, that is -x1 - x2 is equal to 0. x1 is -x2. Both masses oscillate out of phase with equal amplitude. അപ്പോൾ നോക്കിക്കേ, ഈ ഐഗൻ വാല്യൂ 1 ആണെങ്കിൽ രണ്ട് മാസുകളും സെയിം ഫേസിൽ ഓസിലേറ്റ് ചെയ്യും. ഐഗൻ വാല്യൂ 3 ആണെങ്കിൽ രണ്ട് മാസുകളും രണ്ട് ബോഡികളും ഔട്ട് ഓഫ് ഫേസിൽ ഓസിലേറ്റ് ചെയ്യും. ആൻഡ് നൗ വി റൈറ്റ് ദ ജനറൽ സൊല്യൂഷൻ. വെൻ വി സോൾവ് ദ ഇക്വേഷൻ വി ഗെറ്റ് ദ മോഷൻ ഈസ് എ സൂപ്പർ പൊസിഷൻ ഓഫ് ദി 2 മോഡ്സ്. ഇപ്പോൾ രണ്ട് മോഡിൻ്റെയും ഒരു സൂപ്പർ പൊസിഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അത് നമ്മൾ സോൾവ് ചെയ്യേണ്ട കാര്യമില്ല, ഇക്വേഷൻ പഠിച്ചാൽ മതി. x1 is equal to a cos ω1 t plus phi1 plus b cos ω2 t plus phi2. That is the equation for coupled oscillation in phase. And the out of phase equation is a cos ω1 t plus phi1. There is out of phase -10. b cos ω2 t plus phi2, where a and b are amplitudes determined by initial conditions. Phi1 and phi2 are the phase constant. Summary. സിസ്റ്റം എന്തൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്? 2 masses, 3 springs, 2 degrees of freedom. Equations reduced to coupled harmonic oscillator. Normal mode frequencies ω1 √K by M, ω2 √3K by M.
In phase mode, x1 is x2. Out of phase mode, x1 is minus x2. This is the long answer type question. Describe two-couple oscillator and explain its modes of vibration. And here we have applied the matrix method, matrix solution. Matrix method, we find eigenvalues and write the final equations. Final equation is assumption that we study in simple harmonic motion. You know how to solve a differential equation for simple harmonic motion. When we solve, we get a cos function or sine function. Here, cosine function is written, and that is solved with this class number 53. We continue. Thank you.